നമ്മൾ കഴിഞ്ഞ ദിവസം പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് കർണാടകയിൽ പോയിരുന്നു. ഇപ്പം നമ്മളുള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നിന്ന് നമ്മളൊരു പാറയുടെ മുകളിലേക്കാണ് കേട്ടോ പൂക്കൾ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു പൂവിൻ്റെ ഒരു തോട്ടം തന്നെയുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്ക് പോയാലോ? നടന്ന് മടുത്തോ? നല്ല കയറ്റാണോ? ഞങ്ങളുടെ വണ്ടി കയറിയില്ല കേട്ടോ, വണ്ടിയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി കയറി പോകുന്നത്. നല്ല കയറ്റമാണ് കേട്ടോ ഇങ്ങോട്ട്. വെയിറ്റോ? ആ, ലോഡ് കൂടുതലായിരുന്നു വണ്ടിയിൽ. അതായിരുന്നു കുഞ്ഞുസന് ലോഡ് ഇച്ചിരി കൂടുതലായിരുന്നു അല്ലേ? രണ്ടുപേരും ഞങ്ങൾ ഇറക്കി വിട്ടപ്പോഴത്തേക്കും വണ്ടി കയറി പോന്നു. ആ കാണുന്നതാണ് കേട്ടോ ഉറവപ്പാറ ടെമ്പിള്. ഇവിടെ നിന്നിട്ട് 200 മീറ്റർ കൂടെ പോയാൽ പത്മ വില്ലേജിലെത്താം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലം. എങ്ങനെയുണ്ട്? ഹലോ, കുറച്ച് സ്ഥലമുള്ളെങ്കിലും കാണാൻ ഭംഗിയുണ്ട്. 2 തരത്തിലുള്ള പൂക്കളാണ്, 2 നിറത്തിലുള്ള പൂക്കളാണ് കാണുന്നത്, ഓറഞ്ചും മഞ്ഞയും. മോളിലോട്ട് കയറി വരണ്ടേ? ഇവിടെ ഉറവപ്പാറയുടെ മുകളിലായിട്ടൊരു ഫാം റിസോർട്ട് ഉണ്ട് കേട്ടോ. ഈ ബാക്കി കാണുന്നതാണ് ഫാം റിസോർട്ട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് ആകാശ്. ഞാനിവിടെ പത്മ റിസോർട്ടിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 മാസം ആവുന്നു. നമുക്കിവിടെ ഉള്ളത് 4 ബെഡ്റൂം ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്കിവിടെ ഹോംലി ആയിട്ട് കൃഷി ചെയ്ത ബന്ദിപ്പൂവുണ്ട്, പിന്നെ സൈഡ് വ്യൂ. പിന്നെ നമുക്ക് അപ്കമിങ് പ്രൊജക്റ്റായിട്ട് വരുന്നത് ഏർമാടം, സ്റ്റേജ്, ക്യാമ്പ് ഫയർ, ഇങ്ങനത്തെയുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് വരുന്നത്. തൊടുപുഴയാണ് ആ കാണുന്നത്. ഇവിടെ എന്താ ഫോട്ടോഷൂട്ടാണോ? എങ്ങനെയുണ്ട്? ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം അടിപൊളിയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടി കുറേ ആളുകൾ വന്നിട്ടുണ്ട്. കുഞ്ഞുശേ, നീ എവിടെ പോവാ? പാറ കയറാൻ വന്നാ? ഇതാണ് ഫാം റിസോർട്ട്. ഇത് തൊടുപുഴയാണ് ഈ കാണുന്നത്. ഈ പാറക്കൂടെ നമുക്ക് കുറേ അങ്ങ് നടന്നു പോകട്ടോ. വണ്ടി
ഞാൻ പോകും. നടന്ന് പോവാം. കഷ്ടമാണെന്ന് അറിയാം. കാണിച്ചാ മാറിയത് ഈ പാറയിൽ നിന്ന് നോക്കുമ്പോൾ തൊടുപുഴയുടെ ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ആ കാണുന്ന കേട്ടോ റിസോർട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഇവിടെ എത്തിച്ചേരാനുള്ള വഴി ഞാൻ പറയാം. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ കഴിയുമ്പം വളമറ്റം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു ജംഗ്ഷൻ കാണാം കേട്ടോ. ഈ പത്മ വില്ലേജ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. നമുക്ക് റോക്ക് വ്യൂ റോഡ് എന്നൊരു ബോർഡ് കാണാം. ഇത് ലൂണാർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ. ഈ റോഡിലൂടെ വലത്ത് തിരിഞ്ഞ് കുറച്ചങ്ങ് ചെല്ലുമ്പം വീണ്ടും ഒരു ബോർഡ് കാണാം പത്മ വില്ലേജിൻ്റെ. അവിടെ നിന്ന് ഇടത്തേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡിൽ വലിയ 2 വളവുണ്ട്. അതുപോലെ തന്നെ നല്ല കയറ്റമുള്ള റോഡാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പോകണ്ടേ? കുഞ്ഞൂസ് കാറ്റൊക്കെ കൊണ്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പോയാലോ കുഞ്ഞൂസ? അപ്പോൾ ഈ പാറ ഇഷ്ടപ്പെട്ടോ? പാറ ഇഷ്ടപ്പെട്ടോ? ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈവനിങ് ടൈം വരുവാണെങ്കിൽ കാറ്റൊക്കെ ഉണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട് സന്ധ്യയാകുമ്പോൾ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാനൊക്കെ നല്ലതാണ്. പകൽ സമയത്താണെങ്കിൽ നല്ല വെയിലായിരിക്കും. ഈവനിങ് ടൈം ആകുമ്പോൾ ചെറിയ തണുപ്പും കാറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.